2026 ഞാൻ തുടങ്ങിയത് എൻ്റെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ്. ആദ്യമായി തിയേറ്ററിൽ പോയി സിനിമ കണ്ടതു മുതൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. ഇനിയിപ്പോൾ ആരും ഇല്ല എന്നാണെങ്കിലും നമ്മുടെ ഏറ്റവും നല്ല കമ്പാനിയൻ നമ്മൾ മാത്രമായിരിക്കണം. അങ്ങനെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു കഥയാണിത്. 4-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയതെങ്കിലും ഒറ്റയ്ക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. എറണാകുളം വരെ പോവുകയാണ്. അത്യാവശ്യം ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാൻ പോവുകയാണ്. അതിനും മേലെ ആളെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം 2-3 വർഷത്തോളമായി ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട്. മാത്രമല്ല ഒരു വലിയൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ മെല്ലെ മെല്ലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. രാവിലെ 5 മണിക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും രാവിലെയുള്ള യാത്രകളിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എനിക്ക് പതിവുള്ളതല്ല. അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാകുമോ എന്ന് കരുതിയിരുന്നു. പക്ഷേ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. അധികം സംസാരിക്കാത്ത ആളായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ കമ്പാനി എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്. അപ്പം അത് കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മളിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു പോവുക എന്ന് പറയുന്നതും നല്ല രസമാണ്. ഇടയ്ക്ക് കവിതയും കഥയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മൾ കേരളത്തിലല്ല ജനിച്ചത് എങ്കിൽ നമുക്ക് എത്ര കാര്യങ്ങളാണ് നഷ്ടമായി പോയതെന്നല്ലേ. ഇങ്ങനെ പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് എന്ത് രസമാണെന്നറിയോ. തെങ്ങുകളും പച്ചപ്പും പുഴകളും എന്താ പറയുക, നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് പ്ലഷർ തരുന്ന ഒരു കാഴ്ചയാണ്. എന്ത് മനോഹരമാണല്ലേ നമ്മുടെ കേരളം. അങ്ങനെ വിചാരിച്ച മാതിരിയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വളരെ സക്സസ്ഫുള്ളായിട്ട് ഞാൻ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ ഭയങ്കരമായിട്ട് പ്രൗഡാണ്. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അത്രയും എന്നിൽ പ്രൗഡാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഓവറായിട്ട് തിങ്ക് ചെയ്യാതെ ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കാം. അത് ഇതുപോലെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.